ഊട്ടിയുടെ തനതായ ഫുഡ് തേടി ഇറങ്ങിയതാണ്. പക്ഷേ ഊട്ടിയുടെ തനതായ ഫുഡ് അങ്ങനെ കണ്ടുപിടിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. കൂടുതലും കേരള സ്റ്റൈൽ ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സും പിന്നെ ഹൈദരാബാദി സ്റ്റൈൽ ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് ഞാൻ കണ്ടത്. കേരള സ്റ്റൈൽ എന്തായാലും ഞാൻ കഴിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൈദരാബാദി ഷാഹി ബിരിയാണി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹൈദരാബാദി ഷാഹി ബിരിയാണിയുടെ ലൊക്കേഷൻ ഊട്ടി വെസ്റ്റ്ബറിയാണ്. ഷാഹിയുടെ അർത്ഥം റോയൽ ആണെന്നാണ് ഗൂഗിൾ പറഞ്ഞത്. ഷാഹിയുടെ അർത്ഥം ഹിന്ദിയിൽ റോയൽ എന്നാണ്. ഇനി ഷാഹിക്ക് തെലുഗുവിൽ വേറെ അർത്ഥം വല്ലതുമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹൈദരാബാദി റോയൽ ബിരിയാണി, ആ പേര് തന്നെ എക്സ്പെക്റ്റേഷൻ ലെവൽ നന്നായി കൂട്ടുന്നുണ്ട്. ലെറ്റ്സ് സീ ഇഫ് ദെയർ ബിരിയാണി ക്യാൻ ലീവ് അപ്പ് ടു ഇറ്റ്സ് നെയിം. ഇവർ 4 പേരും തെലുഗു സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഇവരുടെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി, എൻ്റെ മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്യാനും മറന്നുപോയി. പക്ഷേ ഈ ഹോട്ടലിൽ നിന്ന് ഇവർ കഴിച്ച ഫുഡിനെ പറ്റിയുള്ള ഇവരുടെ അഭിപ്രായം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് കേൾപ്പിക്കാം. We had some roti and some veg and non-veg curries too. And we had Hyderabad biryani also. The food is very nice. And also the staff, they are very polite. Yeah, that's it. You must try. ഇവിടുത്തെ റേറ്റൊക്കെ പ്രീമിയം തന്നെയാണ്. ഹൈദരാബാദി ബിരിയാണിക്ക് 300 രൂപയും ഹൈദരാബാദി ഷാഹി ബിരിയാണിക്ക് 400 രൂപയാണ്. ഇതിൽ നിന്ന് ഏത് ബിരിയാണി ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ. ദം ബിരിയാണി വേണോ ഷാഹി ബിരിയാണി വേണോ എന്ന് കൺഫ്യൂഷൻ. രണ്ടിൻ്റെയും ഡിഫറൻസ് ആദ്യം ചോദിച്ചറിയാം. Hyderabadi dum biryani, this is traditional Hyderabadi style, basmati rice and 2-piece chicken and tender size chicken. And Hyderabadi Sai biryani, dum biryani rice, topping 5-piece nalli and one with 1-piece mutton. और क्वांटिटी राइस का जो रहता है 2% शेयर कर सकते हैं. डिपेंड करता है सर आपका क्वांटिटी के हिसाब से, आप 2% भी शेयर कर सकते हैं, सिंगल भी खा सकते हैं. ഇപ്പോഴും ചെറിയ കൺഫ്യൂഷനുണ്ട്, ഹൈദരാബാദി ദം ബിരിയാണി കഴിക്കണോ അതെയോ ഹൈദരാബാദി ഷാഹി ബിരിയാണി കഴിക്കണോ എന്ന്. എന്തായാലും ഷാഹി ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വെച്ചു. പേരിൽ റോയൽ ഇല്ലേ, ഈ ഒരു ഹോട്ടലിൻ്റെ പേരും ഹൈദരാബാദി ഷാഹി ബിരിയാണി എന്നാണ്. അപ്പോൾ ഇവരുടെ ടോപ്പ് സെല്ലർ ഹൈദരാബാദി ഷാഹി ബിരിയാണി തന്നെയായിരിക്കും. ആദ്യം വന്നത് സൈഡാണ്, ഗ്രേവി, മോരിൻ്റെ കൺസിസ്റ്റൻസിയുള്ള റൈത്ത, പിന്നെ സബോള റൗണ്ടായി അരിഞ്ഞതും നാരങ്ങ പീസുകളും. അങ്ങനെ പേരുകൊണ്ട് സ്കൈ ഹൈ എക്സ്പെക്റ്റേഷൻ എനിക്ക് തന്ന ബിരിയാണി എത്തിയിട്ടുണ്ട്. എല്ലോട് കൂടിയ ഒരു പീസ്, ചെറിയൊരു പീസ്, ഒരു മുട്ട 2ആയിട്ട് കട്ട് ചെയ്തത്, ഇതെല്ലാം അടങ്ങിയതാണ് ഹൈദരാബാദി ഷാഹി ബിരിയാണി. ബിരിയാണി റൈസ് ദം ബിരിയാണി റൈസാണ്. ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. ബിരിയാണി റൈസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്നെക്കൊണ്ട് ഇത് ഫുൾ കഴിച്ചു തീർക്കാൻ പറ്റുമോ? എന്തായാലും ഫുഡ് സെർവ് ചെയ്ത ആ ഒരു രീതിയിൽ ഒരു റോയൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഫീലായി. ആദ്യം മസാല തന്നെ ഒന്ന് കഴിച്ചോട്ടെ. മസാലേൻ്റെ ഫ്ലേവർ യൂണീക്കായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണീൻ്റെ മസാലേൻ്റെ ഫ്ലേവറൊന്നുമല്ല. ലെമൺ ഫ്ലേവർ ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ഈ ഒരു മസാലയ്ക്ക്. പിന്നെ ഇറക്കി കഴിയുമ്പം ഒരു നോർമൽ ടൈപ്പ് എരിവും ഫീലാവുന്നുണ്ട്, രസമുണ്ട്. മട്ടൺ നല്ല സോഫ്റ്റാണ്, അതുപോലെ ടെൻഡറുമാണ്. കുറച്ച് മസാലയും കൂട്ടി മട്ടൺ കഴിച്ച് മട്ടനെ ജഡ്ജ് ചെയ്യാം. മട്ടൺ അത്യാവശ്യം നല്ല ടെൻഡറാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് കഴിച്ചുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനി റൈസിൻ്റെ ഊഴം. റൈസ് ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സ്പൈസിയാണ്. ഇറക്കി കഴിയുമ്പോൾ ആ ഒരു സ്പൈസിനെസ് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. ഗ്രേവി ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടാൻ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ടോ എന്ന് നോക്കാം. ഗ്രേവി കൂട്ടി കഴിക്കുമ്പോൾ രസമാണ്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയുടെ സ്പൈസ് ലെവൽ കുറച്ച് കുറയ്ക്കുകയാണ് ഈ ഗ്രേവി ചെയ്യുന്നത്. അതുകൊണ്ട് ശരിക്കും ഈ ബിരിയാണീനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഗ്രേവിയാണ്. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു മായാജാലവും ഗ്രേവിയിലില്ല. ടേസ്റ്റ് ബഡ്സിന് എരിവിൻ്റെ പിടിയിൽ നിന്നൊരു ആശ്വാസം നൽകുക മാത്രമാണ് ഗ്രേവി ചെയ്യുന്നത്. സ്പൈസ് ലെവൽ ഓവർ ദ ടോപ്പൊന്നുമല്ല, അഗ്രസീവ്ലി സ്പൈസി, അത്രയേ ഉള്ളൂ. അഗ്രസീവ് സ്പൈസി എന്ന് പറയുന്നത് എനിക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സ്പൈസ് ലെവലാണ്. എനിക്ക് മാത്രമല്ല, മിക്കവർക്കും. എന്തായാലും ഈ ബിരിയാണിയുടെ ആ ഒരു സ്പൈസ് കിക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതലും. ഞാൻ ഗ്രേവിയുടെയും റൈത്തയുടെയും ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ബിരിയാണിയിൽ മിക്സ് ചെയ്ത് കഴിച്ചു. പിന്നീട് അത് തൊട്ടിട്ടേ ഇല്ല. കാരണം ബിരിയാണിയുടെ ആ ഒരു അഗ്രസീവ് സ്പൈസ് ലെവൽ എൻ്റെ ടേസ്റ്റ് ബഡ്സിന് പ്ലഷർ നൽകുന്നതായി എനിക്ക് തോന്നി. റൈബാക്കിൻ്റെ ഫീഡ് മീ മോർ സ്ലോഗൻ മാത്രമേ എൻ്റെ ടേസ്റ്റ് ബഡ്സിൽ നിന്ന് ഞാൻ കേൾക്കുന്നുള്ളായിരുന്നു.
പിന്നെ ഇവരുടെ മട്ടൺ ഒരു സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്നു. നല്ല സോഫ്റ്റാണ്, ഒരു ക്രീമി ഫീലാണ് മട്ടന്. ഈ ബിരിയാണിയുടെ മസാലയിൽ അവർ റെഡ് കളറൊക്കെ ചേർക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ബിരിയാണി കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് റെഡ് കളറൊക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ കളറിനും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. ഇവരുടെ സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷനിൽ കളറിനും ഇമ്പോർട്ടൻസ് ഉണ്ടാകാം. റൈസിനാണെങ്കിലും ഈ ഒരു മട്ടൺ പീസിനാണെങ്കിലും ലെമണിൻ്റെ ഫ്ലേവറും ഇച്ചിരി സോൾട്ടിൻ്റെ ഫ്ലേവറും കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഇവരുടെ സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷൻ ആകാനാണ് ചാൻസ്. നമ്മുടെ നാട്ടിലെ ആ ഒരു ബിരിയാണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെമൺ ഫ്ലേവർ അതുപോലെ തന്നെ സോൾട്ടിൻ്റെ ഫ്ലേവർ ഇച്ചിരി മുന്നോട്ട് നിൽക്കുവാണ്. പിന്നെ ബിരിയാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ്. ആദ്യമൊക്കെ കഴിച്ചപ്പോൾ ആ ഒരു സ്പൈസിനെസ് അത്രയ്ക്ക് ഫീലായില്ല. പിന്നെ കുറേ ഇങ്ങനെ വായിലേക്ക് വെച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് മട്ടൺ ആണെങ്കിലും റൈസ് ആണെങ്കിലും ഇങ്ങനെ വായിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു സ്പൈസിനെസ് എനിക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. ചുണ്ടിൽ വരെ ആ ഒരു സ്പൈസിനെസ് ഫീൽ ആവുന്നുണ്ട്. നല്ല സ്പൈസി ബിരിയാണിയാണ് ഈ ഒരു ഹൈദരാബാദി ഷാഹി ബിരിയാണി. ഞാൻ ഹൈദരാബാദിൽ നിന്ന് ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പ്രോപ്പർ ഹൈദരാബാദി ഷാഹി ബിരിയാണിയുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഇതിനു മുമ്പ് 1-2 വട്ടം ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് ചെന്നൈയിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒതൻറ്റിക് ഹൈദരാബാദി ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് എന്താണ്, അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്താണ്, ടെക്സ്ചർ എന്താണ് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ബിരിയാണി കമ്പയർ ചെയ്യാനായിട്ട് എനിക്കൊരു റെഫറൻസ് പോയിൻറ്റുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ബിരിയാണി ഉറക്കപ്പിച്ചയിലിരിക്കുന്ന എല്ലാ ടേസ്റ്റ് ബഡ്സിനെയും ഉണർത്താൻ കഴിവുള്ള ബിരിയാണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹൈദരാബാദി ബിരിയാണി ഇന്ത്യയിലുള്ള ഫേമസ് ബിരിയാണികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടാത്തവർ വളരെ കുറച്ച് പേർ മാത്രമേ കാണൂ. അതിനാണ് ചാൻസ്. ഈ ബിരിയാണിക്ക് ഞാൻ കൊടുക്കുന്ന ക്യാച്ച് ഫ്രൈസ് സ്പൈസി ടേസ്റ്റി ബിരിയാണി. 400 രൂപേൻ്റെ ഈ ഒരു ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾക്ക് കഴിച്ച് തീർക്കുക എന്ന് പറയുന്നത്, അതായത് നോർമലായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് കഴിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ആൾക്ക് നല്ല ലാവിഷായിട്ട് കഴിക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു ബിരിയാണി. പിന്നെ ഞാനിത് കഴിച്ച് തീർക്കാൻ കാരണം ഇതിൻ്റെ വില 400 രൂപയാണ്. അതുകൊണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചതാണ്. വയറ് പൊട്ടുന്ന അത്രയ്ക്ക് ഞാൻ കഴിച്ചു. ഇനി എൻ്റെ വയറ്റിലേക്ക് ഒന്നും കയറില്ല. അത്യാവശ്യം തീനാളികളായ ആൾക്കാർക്ക് ഇത് മൊത്തത്തോടെ കഴിച്ച് തീർക്കാൻ പറ്റും. ഇപ്പം ഞാനും കഴിച്ച് തീർത്തുകൊണ്ട് ഞാനൊരു തീനാളിയാണെന്ന് പറയാം. എന്തായാലും ഈ ഒരു ബിരിയാണി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള നല്ല രസമുള്ളൊരു ബിരിയാണിയാണ്. സ്പൈസ് ലെവൽ ഇച്ചിരി മുകളിലാണ്, പക്ഷേ ആ ഒരു സ്പൈസ് ലെവലും രസമാണ്.